എറണാകുളം കാക്കനാടുള്ള കടമ്പ്രയാറിന് തീരത്തുള്ള പാടശേഖരങ്ങൾ വൻതോതിൽ നികത്തുന്നു. കടമ്പ്രയാർ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപത്തായാണ് ഈ അനധികൃത നിലം നികത്തൽ. പാടം നികത്തുന്നതിന് പിന്നിൽ കൊച്ചിയിലെ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു നാടിനെ തന്നെ അടയാളപ്പെടുത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, പ്രധാനമായും ടൂറിസം കേന്ദ്രങ്ങൾ. അത്തരം കേന്ദ്രങ്ങൾ ഭൂമാഫിയയുടെ അധീനതയിൽപ്പെട്ട് വഴിവിട്ടു പോകുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും? എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടമ്പ്രയാർ. നിറഞ്ഞൊഴുകുന്ന പുഴയും ഇരുവശങ്ങളിലുമായി പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളും നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലം കാണുന്നതിനാണ് നൂറുകണക്കിന് ആളുകൾ ദിവസേന ഇവിടേക്കെത്തുന്നത്. എന്നാൽ ഇവിടം ഇപ്പോൾ ഭൂമാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. പുഴയുടെ ആഴം കൂട്ടാനെന്ന പേരിൽ ഡ്രഡ്ജിംഗ് നടത്തുന്നുണ്ട്. പുഴയിൽ നിന്ന് കോരുന്ന മണ്ണ് മുഴുവൻ നിക്ഷേപിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ പാടശേഖരങ്ങളിലേക്കാണ്. 1/2 ഏക്കറോളം പാടശേഖരം ഇതിനോടകം തന്നെ നികത്തിക്കഴിഞ്ഞു. ബോട്ട് ജട്ടിയും ഹോട്ടലും നിർമ്മിക്കാൻ എന്ന പേരിലാണ് മണ്ണ് പാടത്ത് നിക്ഷേപിക്കുന്നത്. ടൂറിസം പദ്ധതിയൊക്കെ നല്ലൊരു പദ്ധതിയാണ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായും ഒക്കെയാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ദോഷമാണ് ഉണ്ടായേക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഭൂമാഫിയകളാണ് ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ തോട് ഡ്രഡ്ജ് ചെയ്ത് ഇപ്പം കോടിക്കണക്കിന് രൂപകൾ ഈ ടൂറിസത്തിൻ്റെ പദ്ധതി പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയക്കാർ പേരെടുത്ത് പറയുന്നില്ല, അവർ പോക്കറ്റ് വീർപ്പിക്കുകയാണ്. പുഴയുടെ ആഴം അശാസ്ത്രീയമായി കൂട്ടുന്നതിലൂടെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഏത് സമയവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ്. തോട് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അത്രയും വരെ താഴ്ന്നായി കിടക്കണേ. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി നിങ്ങളെ പണി കാണിച്ചു തരാം. അത്രയ്ക്ക് മാത്രം താഴ്ത്തി ഈ തോടിനേക്കാളും താഴ്ന്നു കിടന്ന കണ്ടാണ് ഈ പുറകെ കിടക്കുന്നത്. ആ കണ്ടം വരെ ഇതേപോലെ നികത്തി കിടക്കണമെങ്കിൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണം വേണം. ടൂറിസം വികസനത്തിന്റെ പേരിൽ നടക്കുന്ന നിലം നികത്തലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പരിസ്ഥിതി പ്രവർത്തനത്തെയും പ്രകൃതി സംരക്ഷണത്തെയും പറ്റി നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മലയാളി മനസ്സുകളിലാണ് ഇത്തരം മുറിവുകൾ ഏൽക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദ് യഹിയനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.